നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവളത് വിശ്വസിച്ചു. ഇടിമിന്നലേറ്റ് ചാവുന്നൊക്കെയാ മീനാക്ഷി പറഞ്ഞത്. അത് ശരി. അപ്പോ അവളെനിക്കിട്ട് പണി തന്നതല്ലേ? ഇതിനെ തിരിച്ചു കൊടുത്തോളാം. പക്ഷേ തുടങ്ങി വെച്ച പൂജ ഞാൻ അവസാനിപ്പിക്കുന്നില്ല. പക്ഷേ വാക്കും അവൾക്കിട്ടൊക്കെ ഇത്തരം തന്ത്രങ്ങൾ പയറ്റി വേണ്ടത് കൊടുത്താലേ കാര്യങ്ങൾ നടക്കും. അതെ അമ്മേ. അജയമ്മേ, അവളുടെ നമ്പർ ഒന്നും നമ്മുടെ മീനാക്ഷി എടുത്ത് ചെലവാവില്ല. അതെ, മീനാക്ഷി കള്ളം പറഞ്ഞതാണെങ്കിലും ഒരു ദൈവകാര്യം നടപ്പാക്കി. ചില കള്ളങ്ങളൊക്കെ ചില നല്ല കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടും. മോളുവാ. അവളെന്നെ വിഡ്ഢിയാക്കി. അമ്മായിയമ്മ മരുമകളുടെ കാലനാകുന്നത് ഞാനവക്ക് കാണിച്ചു കൊടുക്കാം. വാ വാ. എന്തിനാ നമ്മൾ ഇത്ര നേരത്തെ ഇങ്ങോട്ട് വന്നത്? ഫംഗ്ഷൻ വൈകിട്ടല്ലേ? എന്താ മൈഥിലി ഇത്? അല്ല, കുറെ നേരത്തെ വരണമെന്ന് അദ്ദേഹം ക്ഷണിച്ചിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്? എടാ, അങ്ങനെ ക്ഷണിച്ചാലും നമുക്കൊരു മര്യാദ വേണ്ടേ? അത് തന്നെയല്ല, നമുക്ക് വേറൊരു പണിയില്ലാത്തതുപോലെ. നീ ഇങ്ങനെ കോപിച്ച് നിൽക്കല്ലേ. ആ സ്വാമിനാഥൻ സാർ കണ്ട എന്ത് വിചാരിക്കും? എന്താ മൈഥിലി ഇങ്ങനെ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. വന്നോ രണ്ടുപേരും? എന്നിട്ട് ഹോളിംഗ് ബെൽ അടിക്കായിരുന്നുണ്ടാ? കേറിവാ, എന്റെ വീട്ടിലേക്ക് രണ്ടുപേർക്കും സ്വാഗതം. എന്താ മൈഥിലി കുട്ടി വിഷമിച്ച് നിൽക്കുന്ന പോലെ? കേറിവാ, ഇത് നിങ്ങൾക്ക് അന്യ വീടൊന്നുമില്ലല്ലോ. വാ, കേറിവാ. വാ. ഇരിക്ക്. 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 കുടിക്കാൻ ഇപ്പൊ ഒന്നും വേണ്ട സാർ. മൈഥിലിക്കോ? വേണ്ട. അല്ല സാറേ, ബർത്ത്ഡേ ആയിട്ട് അതിന്റെ ആഘോഷമൊന്നും കാണുന്നില്ലല്ലോ. ആഘോഷങ്ങൾ നമ്മൾ ആരംഭിക്കാൻ പോകുകയല്ലേ. അത് തുടങ്ങേണ്ട സമയത്ത് തന്നെ തുടങ്ങും. രണ്ടുപേരും എഴുന്നേറ്റ് വരൂ, നമുക്ക് ആഹാരം കഴിക്കാം. അല്ല സാർ, സാറിന്റെ ഫാമിലിയൊക്കെ? എനിക്ക് ഭാര്യ ഒറ്റ മോളുവാ. വൈഫ് മകളും അമേരിക്കയില. ഈ ഏകാന്തവാസം തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായി. ഞാനിപ്പോ വരാം. ഇയാളൊരു കള്ളനാ. എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. എനിക്ക് പേടി തോന്നാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.